ഇന്ത്യയിൽ തന്നെ ഹജ്ജിന് പോകുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംഘടിക്കുന്ന അല്ലെങ്കിൽ സംഗമിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൂക്കൊട്ടൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് പൂക്കൊട്ടൂർ ഹജ്ജ് ക്യാമ്പിലാണ്. 24 വർഷങ്ങൾ പൂക്കൊട്ടൂർ ഹജ്ജ് ക്യാമ്പ് പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഈ 22, 23 തീയതികളിൽ നടക്കാൻ പോകുന്നത് 25ാമത്തെ വർഷം നടക്കുന്ന അഥവാ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു ഹജ്ജ് ക്യാമ്പാണ്. ആ ഹജ്ജ് ക്യാമ്പിൻ്റെ സൗകര്യങ്ങളും ഹജ്ജ് ക്യാമ്പിൻ്റെ വിശേഷങ്ങളും ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളും സംസാരങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഈ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ക്യാമ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള അബ്ദുസമദ് പൂക്കൊട്ടൂരാണ്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായി ഹജ്ജിനെ കുറിച്ച്, എങ്ങനെ ഹജ്ജ് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച് ഹജ്ജും ഉംറയും തവാഫും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത് വരെ അയാൾ എങ്ങനെയായിരിക്കണം അള്ളാഹുവിൻ്റെ അതിഥിയായി മക്കത്ത് പോയി മദീനത്ത് പോയി തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തേണ്ടത് എന്നതിൻ്റെ വിശദമായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഈ ഹജ്ജ് ക്യാമ്പിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാൻ നമ്മുടെ അബ്ദുസമദ് പൂക്കൊട്ടൂർ സാഹിബ്, അദ്ദേഹത്തെ തന്നെ നമുക്ക് സമീപിക്കേണ്ടതുണ്ട്. നമുക്ക് അവരെ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂക്കൊട്ടൂർ ഹജ്ജ് ക്യാമ്പ് നടക്കുന്ന പൂക്കൊട്ടൂർ ഖിലാഫത്ത് മെമ്മോറിയൽ ഇസ്ലാമിക് സെൻറ്റർ ഹൈസ്കൂൾ എന്ന് പറയുന്ന ഈ സ്കൂളിൻ്റെ മുറ്റത്താണ്. ഇവിടെയാണ് ക്യാമ്പ് നടക്കുക. ഇവിടെയാണ് ഏകദേശം 10,000-ഓളം ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലം. ഇവിടെ നമുക്കിപ്പോൾ കാണാം, ഇവിടെ കസേരകളൊക്കെ നിരത്തി കഴിഞ്ഞു, പന്തൽ ഉയർന്നു കഴിഞ്ഞു, ഭക്ഷണപ്പുര തയ്യാറായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവരുടെ അക്കമഡേഷനുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു, ഗതാഗത സംവിധാനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ഓൾ ഇൻ ഓൾ എല്ലാ തരത്തിലും ഒരു ഹജ്ജാജിക്ക് പോലും ഒരു പ്രയാസം വരാത്ത രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഈ ഹജ്ജ് ക്യാമ്പ് ഇവർ സംഘടിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമ്പ് ഒരു അത്ഭുതം കൂടിയാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ഞാനിവിടെ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ മലപ്പുറത്തെക്കുറിച്ച് കേട്ട ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ മലപ്പുറത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നപ്പം മറ്റ് സ്ഥലങ്ങൾ, അഥവാ തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തു നിന്നൊക്കെ വരുന്ന കുട്ടികളെ ഇവിടുത്തെ വീട്ടുകാർ സ്വന്തം വീട്ടിൽ ഒരു വാടകയും കൊടുക്കാതെ, ഒരു വാടകയും വാങ്ങാതെ ഭക്ഷണം വരെ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചൊരു കഥ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. അതുപോലെയുള്ള ആ ഒരു സംസ്കാരം മനോഹരമായിട്ട് ഈ പൂക്കൊട്ടൂരുകാർ ആ ഹജ്ജാജിമാരെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കഥയ്ക്ക് പിറകിൽ. അപ്പോൾ ഇവർ ഒരുങ്ങിക്കഴിയുകയാണ്. പിന്നെ ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. അതോടൊപ്പം തന്നെ ഹജ്ജാജിമാർക്ക് യാതൊരു തരത്തിലുള്ള പണമോ മറ്റോ ഒന്നും ഇവിടെ അടയ്ക്കേണ്ടതില്ല. എല്ലാം ഈ സംഘാടകർ തന്നെ ഒരുക്കും. ഏതായിരുന്നാലും ഈ ക്യാമ്പ് ഒരു അത്ഭുതമാണ്. ബാക്കിയെല്ലാം നമുക്ക് പൂക്കൊട്ടൂർ സാഹിബിനോട് തന്നെ, അബ്ദുസമദ് പൂക്കൊട്ടൂർ സാഹിബിനോട് ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കാത്ത് ഇതിൻ്റെ സംഘാടകർ, ഭാരവാഹികൾ, അബ്ദുസമദ് പൂക്കൊട്ടൂർ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം, ഈ നാടിൻ്റെ ഒരു ടീം, ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ടീം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, അറേഞ്ച്മെൻറ്റ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം കഅബയുടെ രൂപവും അതുപോലെ തന്നെ സ്റ്റേജ് സംവിധാനങ്ങൾ, പന്തൽ, അങ്ങനെ തുടങ്ങി എല്ലാ സംവിധാനവും ഇവിടെ സജ്ജീകരിച്ച് തയ്യാറായി ഹാജിമാരെ ഇരു കൈയോടും നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ ടീമാണ് ഇതിൻ്റെ പിറകിലുള്ള ഒരു ടീമെന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടേണ്ടത്. നമുക്ക് ആദ്യം ഉസ്താദിലേക്ക് തന്നെ പോകും. ഉസ്താദ് അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം. ഇങ്ങനെയൊരു ആദ്യമായിട്ടാണ് ഈ ക്യാമ്പിൽ വരുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നൊരു പേരാണ് ഈ പൂക്കൊട്ടൂർ ഹജ്ജ് ക്യാമ്പ്, പൂക്കൊട്ടൂർ ഹജ്ജ് ക്യാമ്പ് എന്നത്. നമ്മൾ ഈ ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒരു സൗഹൃദ ഒരു ചോദ്യം ചോദിക്കുന്നു. എത്ര ഹജ്ജും എത്ര ഉംറയും ഉസ്താദ് ചെയ്തിട്ടുണ്ടാവും? അത് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് ഏകദേശം ഈ ക്യാമ്പിനേക്കാൾ കുറച്ചും കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയാണ്. ഈ 25ാമത്തെ ക്യാമ്പാണ് നമ്മളിവിടെ നടക്കുന്നത്. 25 വർഷം മുൻപ് ഇങ്ങനെ ഒരു ക്യാമ്പ് തുടങ്ങണമെന്നത് അന്ന് ഒരു പക്ഷേ പൂക്കൊട്ടൂരിൽ മാത്രം ഇത്ര പ്രസിദ്ധമായിട്ട് പോവാണ്. അപ്പോൾ അന്നത്തെ ഒരു തുടക്കത്തിൻ്റെ ഒരു ചേതോ വികാരം എന്താണ്? അന്ന് ഇവിടെ ഒരു അരുമ്പ്രയിലെ ഒരു ചെറിയ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇങ്ങനെ ചില ക്ലാസ്സുകളൊക്കെ പല സ്ഥലത്തും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. എൻ്റെ സഹപ്രവർത്തകർ അതാറുണ്ട്, ഇതേക്കൊക്കെ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം പല സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഇങ്ങനെ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി ഹാജിമാർക്ക് അയാൾ തന്നെ കാർഡ് അയച്ചു വരുത്തി ക്യാമ്പ് നടത്താൻ. സാധാരണക്കാരനായിരുന്നു, എന്നാലും ഒരു പ്രായം കൊണ്ടാണ്, അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളെ സ്ഥാപനത്തിൽ നമുക്കൊന്ന് സംഘടിപ്പിക്കാം. അന്നേ സ്ഥാപനമുണ്ട് 93-ലുണ്ട്. ഓക്കെ. അങ്ങനെ 2000-ലാണ് ഇത് നടക്കുന്നത്. 2000-ൻ്റെ ഒരു വർഷം 99-ൽ. അങ്ങനെ അദ്ദേഹം വന്ന് പറഞ്ഞു, സ്ഥാപനം അനുവദിച്ച് തന്നാൽ മതി, ക്ലാസ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ക്ലാസ് അദ്ദേഹത്തിന് അനുഭവം കൊടുത്തു. അദ്ദേഹം തന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ പോയി ആളുകളുടെ ഫോൺ നമ്പർ എടുത്ത്
വിളിച്ച് പറഞ്ഞ് ഹാജിമാർ ഒരു ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണ് ഉണ്ണി സാഹിബിന് അറിയാമോ, 200 താഴെ ഹാജിമാർ, 200 ഹാജിമാർ വന്നു. ഈ ഹാജിമാർ വന്നപ്പോൾ ഹാജിമാർ ക്ലാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്ന് ചില സംശയങ്ങൾ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ഹജ്ജിന് പോയിട്ടുണ്ട്, അമീറായിട്ടും പോയിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനാണ് ഈ ക്ലാസ് വെച്ചത്. അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭാവന കിട്ടും പാവം. അപ്പോൾ ഈ ആളുകൾ സംശയം ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് അത് കൃത്യമായി ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഞാൻ സ്റ്റേജിലുണ്ട്, അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നീട് ഇവരോട് വന്നിട്ട് സംഘാടകരോട് പറഞ്ഞിട്ട് പിന്നെ എന്നോട് തന്നെ ക്ലാസ് എടുപ്പിക്കാൻ ഇവർ പറഞ്ഞു. ആളുകൾ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ക്ലാസ് എടുത്തു. പിറ്റത്തെ വർഷം എന്നെ തന്നെ ഇവർ ക്ലാസ് എടുക്കാൻ ഇവർ നിർബന്ധിച്ചു, ക്ലാസ് എടുക്കാൻ ഇവർ നിർബന്ധിച്ചു. ഹാജിമാരല്ല, നമ്മളെ കമ്മിറ്റി നിർബന്ധിച്ചപ്പോൾ സ്വാഭാവികമായി ഞാൻ അടുത്ത വർഷം അനൗൺസ് ചെയ്തു ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കൂടുതൽ ആളുകൾ വന്നു. അങ്ങനെ ആളുകൾ കൂടി വന്നു. അപ്പോൾ അങ്ങനെ ആമസായി മന്ത്രി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വരും. അതുപോലെ തന്നെ കുഞ്ഞാലിസ്വാമി മന്ത്രിയായ സമയത്ത് അദ്ദേഹം വരും. അങ്ങനെ ഇതൊരു വലുതായി. പിന്നെ ഹാജിമാർക്ക് സേവനം ചെയ്യാൻ ഞങ്ങൾ ആളുകൾക്ക് വലിയ ആവേശമായി. അങ്ങനെ ഇതൊരു വലിയ സംഭവമായി മാറി. ഇപ്പോൾ 24 വർഷമായി, അല്ലെങ്കിൽ ഒരു 20 വർഷവും ഞങ്ങൾ വലിയ ടീമിനെ വെച്ചുകൊണ്ടാണ് നടന്നത്. ആദ്യത്തെ ഒരു 4 വർഷം കുറഞ്ഞ ആളുകളായിരുന്നു. പിന്നെ 20 വർഷവും വലിയ ടീമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇത് വരുന്ന സമയത്ത് വലിയൊരു സാമ്പത്തിക ബാധ്യത വരും. പിന്നെ ഒരുപാട് ടെക്നിക്കലി ഒരുപാട് വിഷയങ്ങൾ വരും, അക്കോമഡേഷൻ, ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഏകദേശം അവിടെ മക്കയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സംഘടിപ്പിക്കുന്ന പോലെ തന്നെ ഒരു 10,000 ആളുകൾക്ക് കേരളത്തിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് പിന്നീട് മറികടക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്? ഞങ്ങളുടെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഒരു സ്വാസംഘം രൂപീകരിക്കുമ്പോൾ ഫിനാൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു ടീമിനെ ഞങ്ങൾ നേരത്തെ തിരഞ്ഞെടുക്കും. അവർ പ്രഗത്ഭന്മാരാണ്. അവർ ഓരോ സ്ഥലത്തും സഞ്ചരിച്ച് ഇതിന് വേണ്ട ആളുകളെ കണ്ടെത്തി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ട്. ഹാജിമാരുടെ പ്രാർത്ഥന ആഗ്രഹിച്ചിട്ട് ഈ നാട്ടിലുണ്ട്. നാട്ടുകാരുടെ പിരിവെടുക്കും. പിന്നെ പുറത്ത് എനിക്ക് പരിചയമുള്ള കുറേ ആളുകളെ ഞാൻ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഗൾഫിലൊക്കെ ഉള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരെ പലരെയും ഞാൻ വിളിക്കും. അങ്ങനെ അവർ 1,00,000 മുതൽ 50,000 മുതൽ 25,000 മുതൽ 10,000 മുതൽ 1,000 രൂപ വരെ സംഭാവന ചെയ്യുന്ന ആളുകളുണ്ട്. ആ സംഭാവന എല്ലാം കൂടി സ്വരുക്കൂട്ടി ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ എല്ലാ ചെലവുകളും എസ്റ്റിമേറ്റ് ചെയ്ത് ആ പണം ഞങ്ങൾ പിരിച്ചു വെച്ചിട്ടേ ക്യാമ്പ് തുടങ്ങും. അതിന് ഈ ടീം അവരുടെ വാഹനം ഉപയോഗിച്ച് അവരുടെ ചെലവിൽ അവർ പോയി. ഇപ്പോൾ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഇപ്പോൾ പാലക്കാട് അല്ലെങ്കിൽ കോഴിക്കോട് ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ അയാളെ വിളിച്ചാൽ അയാൾ ഒരു 10,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഇവർ വണ്ടി എടുത്ത് അവിടെ പോകും. കമ്മിറ്റി പെട്രോൾ പൈസയും കൊടുക്കൂല, അവരുടെ പൈസയും ഒന്നും കൊടുക്കില്ല. സൗജന്യം, അവർക്കൊക്കെ സൗജന്യം. ഈ സ്ഥാപനത്തിന്റെ തന്നെ ഒരു പ്രത്യേകത, അവർ പൂർണ്ണമായിട്ട് സമർപ്പിച്ചവരാണ്. ഈ കമ്മിറ്റി തന്നെ സമർപ്പണമാണ്. കാരണം ഇപ്പോൾ ഇതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബന്ധു ഇവരാരും ഇവിടെ മീറ്റിങ്ങിന് വരുമ്പോൾ ഒരു ടിയെ പോലും വാങ്ങുന്നില്ല. ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ പോലും ഒന്നുമില്ല അക്ബറിന്റെ അല്ലെങ്കിൽ ഉണ്ണി സാഹിബിന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കുറേ ആളുകളുണ്ട്. നേരത്തെ AM മോട്ടോഴ്സിലെ കുഞ്ഞാൻ സാഹിബ് ആയിരുന്നു ഇതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നത്. അതുപോലെ ഇല്ലിക്കൽ മൂസാജി പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന്റെ പിതാവ്, അവരുടെയൊക്കെ വാഹനം ഉപയോഗിച്ചിട്ടാണ് K മുഹമ്മദ് അലി സാഹിബ്, പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അവരുടെയൊക്കെ വാഹനം ഉപയോഗിച്ചിട്ടാണ് പോവുക. ഇപ്പോൾ ഇവരുടെ വാഹനം ഉപയോഗിക്കും, അവർക്ക് അതിന് കാശൊന്നും വേണ്ട. ഈ സ്ഥാപനത്തിലൊരു യാത്രാ വോച്ചർ കാണാൻ നിങ്ങൾക്ക് പ്രയാസം. സ്റ്റാഫ് എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ അവരെഴുതുമെന്നല്ലാതെ കമ്മിറ്റിക്കാർ ഇവിടുന്ന് യാത്രാ ചെലവ് പോലും എടുക്കാറില്ല. ഈ സ്ഥാപനത്തിന് കിട്ടുന്ന സംഖ്യ സ്ഥാപനത്തിന് ഉപയോഗിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഈ ക്ലാസ്സിലേക്ക് വന്നാൽ ഇപ്പോൾ 2 ദിവസം കണ്ടിന്യൂസ് ക്ലാസ്സാണ് വരുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രാവിലെയാണോ തുടങ്ങുക, ഒരു 10 മണിക്കൊക്കെ ആരംഭിക്കുമായിരിക്കും. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് 1-ാം ദിവസം കഴിഞ്ഞാൽ അത് ആദ്യം 1 മണിക്കൂർ നമ്മൾ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാവും. അതൊരു 10:30 മണിയോട് തീരും. ബാക്കി ഫുള്ള് ക്ലാസ്. എത്ര മണി വരെ പോകുക ക്ലാസ്? അത് ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക് ചെയ്യും. ആ 1 മണിക്കൂർ കൊണ്ട് ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും 2 മണിക്ക് നമ്മൾ ചേരും. അത് ചേർന്ന് കഴിഞ്ഞാൽ 4 മണി വരെ, മിനിമം 4:30 വരെ ഉണ്ടാവും. 4:30ക്കാണ് ആദ്യ ദിവസം പിരിഞ്ഞു പോവുക. 2-ാം ദിവസം 5 മണിയാവും. 5 മണിക്ക്. എങ്ങനെയാണ് ഈ പ്രാക്ടിക്കൽ സെഷനാണ് ഇതിൽ വളരെ പ്രധാനം. ഈ തവാഫ്, മർത്താബുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇതാണ്. അപ്പം അതിൻ്റെ ഒരു പ്രതീകങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് അവർ വർക്കൗട്ട് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? എങ്ങനെയാണ് ശരി? നമ്മൾ സ്റ്റേജിൽ വെച്ച് ഇത് സ്റ്റേജിലേക്ക് മാറും. സ്റ്റേജിൽ ആ സമയത്ത് വെച്ചിട്ട് ക്യാമറ വെച്ച് നമ്മൾ LED വാളുണ്ടാവും. വാളിൽ ഇത് പ്രദർശിപ്പിച്ചിട്ട് ആദ്യം കഅബയുടെ ഭാഗങ്ങൾ പരിചയപ്പെടുത്തും. പിന്നെ തവാഫിൻ്റെ നിബന്ധനകൾ പരിചയപ്പെടുത്തും. അതിൻ്റെ മസലകളൊക്കെ പറയും. അതിനുശേഷം എങ്ങനെയാണ് ഒരു തവാഫ് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രായോഗിക രൂപം അവർക്ക് പറഞ്ഞു കൊടുക്കും. ശേഷം നമ്മുടെ സ്ഥാപനത്തിൽ ജാമിയ ജൂനിയർ കോളേജ് ഉണ്ട്. ആ കോളേജിൽ പഠിക്കുന്ന പ്രഗത്ഭരായ കുട്ടികളുണ്ട്. അവരിപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നുമായി പുതിയ കുട്ടികൾ പരിശീലിച്ചു കഴിഞ്ഞു. അവർ തവാഫ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇതൊരു ക്ലാസ് ആണല്ലോ. അതെ. ഈ സംശയങ്ങൾക്ക്, സ്പോട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ 2 തരം സംശയങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ വരുന്ന ഹാജിമാർ എഴുതി തയ്യാറാക്കി ഞങ്ങൾ ഇവിടെ ഒരു ബോക്സ് വെക്കും. അത് സ്വീകരിക്കാൻ ആളുണ്ടാവും. അവർ ആ ബോക്സിലിടും. ആ ബോക്സിലിട്ടിട്ട് നമ്മൾ അത് ശേഖരിച്ചിട്ട് നോക്കിയിട്ട് മറുപടി പറയും. മറ്റൊന്ന്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സംശയം ചിലർക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ അവർ മുൻപാത്ത് എഴുന്നേറ്റ് ചോദിക്കും. അപ്പോൾ തന്നെ അതിന് മറുപടി പറയും. അത് പിന്നെ സംശയം നമ്മൾ ചെറിയ നിയന്ത്രണം വരുത്താതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലുള്ള സംശയമേ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. ഉദാഹരണമായിട്ട് നമ്മൾ ഇഹ്റാമിൻ്റെ കാര്യം പറയുമ്പോൾ
മിനയിലെയും അറഫയിലെയും കാര്യം ചോദിച്ചിട്ട് പ്രയോജനമില്ല. ഇതിലുള്ള സംശയം അത് വരുമ്പോൾ അതിൻ്റെ സംശയം. ചിലർ അവസാനത്തെ സംശയം ആദ്യം ചോദിച്ചാൽ നമുക്ക് ക്ലാസ് ഡൈവേർട്ടായി പോകും. കാരണം 2 ദിവസം കൊണ്ട് ഇത് ഫുള്ളായിട്ട് അവർക്ക് കൃത്യമായി ക്രമാനുഗതമായി പഠിപ്പിക്കണമല്ലോ. എന്നാൽ എല്ലാ സംശയങ്ങൾക്കും നമ്മൾ നിർദ്ധാരണം വരുത്തും. കാരണം നമുക്കറിയാം ആളുകളുടെ കയ്യിൽ നിന്ന് ഹജ്ജ് സംബന്ധമായി എന്ത് സംശയം വരുമെന്ന്. ഏകദേശം ഒരു ഈ 2.5 പതിറ്റാണ്ടിലധികം 3 പറ്റാണ്ടോ നമ്മൾ ഹജ്ജ് ചെയ്ത ഒരു അനുഭവത്തിൽ നമ്മളെ കൂടെയുള്ള ഹാജിമാർ ഒരു 50 ആളെ നമ്മൾ കൊണ്ടുപോയാൽ അവർ ചോദിക്കുന്ന ഒരു 500 ചോദ്യങ്ങളുണ്ടാവും. അതിന് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഞാൻ ഇങ്ങനെ കൂടി കേട്ടിട്ടുണ്ട്, ഈ ഹജ്ജിൻ്റെ സ്ഥലത്ത് അല്ലെങ്കിൽ മക്കയോ അതിൻ്റെ പരിസര പ്രദേശത്തോ ഉസ്താദിൻ്റെ തന്നെ ഇഹ്റാമൊക്കെ കെട്ടി ഹജ്ജിലേക്ക് ഒരുങ്ങുന്ന സമയത്ത് അവിടെ ഒരു ക്യാമ്പ് നടക്കാറുണ്ട്. അത് സംഘടിപ്പിക്കുന്നത് നമ്മുടെ PKMYC കമ്മിറ്റിയിൽപ്പെട്ട പ്രധാനപ്പെട്ട കുറേ ആളുകൾ അവിടെയുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന സൗദി KMC സഹായിക്കാറുണ്ട്. കുഞ്ഞുമോൻ കാക്കിയ, മുജീബ് പൂക്കോട്ടൂർ, അങ്ങനെ ഞങ്ങൾ നാട്ടിലെ കുറേ ആളുകൾ അവിടെയുണ്ട്. അവർ KMCCയുടെ പ്രവർത്തകർ. അപ്പോൾ KMCC പ്രത്യേകമായി അതിന് ഒരു സംവിധാനമുണ്ടാക്കി അവിടുത്തെ പെർമിഷൻ വാങ്ങിയിട്ട് ഒരു വലിയ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ തവണയൊക്കെ അവർ ഈ പാൻഡമിക് രോഗം വന്നതിന് ശേഷം അത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അവർക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ 2 വർഷമായി നടന്നില്ല. കോവിഡ് കാലത്ത് നടന്നില്ല. കഴിഞ്ഞ വർഷം അവർ അങ്ങനെ പബ്ലിക്കായി പെർമിഷൻ തരാൻ പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ KMCCക്കാർ ബന്ധപ്പെട്ടു. ഒരു അറബി അവരുടെ ഒരു ജമിയത്തുൽ ഖൈരിയ പൊതു സ്ഥാപനമാണ്. അതിനൊരു ക്യാമ്പസ് ഉണ്ട് ഇതുപോലെ. ആ ക്യാമ്പസിൽ ബസ് അയച്ച ആളുകളെ കൊണ്ടുവന്ന് അവിടെ സംഘടിപ്പിച്ചു. ഞാൻ പോയി ക്ലാസ് എടുത്തു. ആ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഹാജിമാർക്ക് പ്രത്യേക കിറ്റും അതുപോലെ തന്നെ കാരക്കയും അവർ വിതരണം ചെയ്തു. വന്ന ഹാജിമാർക്ക് വലിയ സന്തോഷമായി. പക്ഷേ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം അവർ താമസിക്കുന്ന അവരുടെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് ഹജ്ജിൽ, അതിനേക്കാൾ കുറച്ച് ദൂരെയായിരുന്നു. അവർ 4 ബസ്സേ അവർ ഇട്ടുള്ളൂ. ആ ബസ്സിൽ ആളുകൾ പോയി. ഈ വർഷം സംഘടിപ്പിക്കുമ്പോൾ അല്ലേ നമുക്കറിയില്ല, സൗദി ഗവൺമെൻറ് നിയമം. ഈ 24 വർഷത്തിനിടയിൽ എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു സംഘാടനം കണ്ടിന്യൂസ് കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ പ്രതിസന്ധികളുണ്ടാകും, ചെറിയ പ്രയാസങ്ങളുണ്ടാകും. അങ്ങനെ പ്രയാസപ്പെട്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിൽ അതെങ്ങനെ മറികടക്കും? സാധാരണ വരാറുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അത് ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല. കാരണം ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ ഒരിക്കൽ തന്നാൽ ഒരു തവണ പോലും കടം വന്നിട്ടില്ല. കാരണം ഒരിക്കൽ തന്നാൽ വീണ്ടും തരും. കാരണം അയാൾക്ക് തരാനുള്ള എന്തോ ദ്വാ കൊണ്ട് അയാൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അയാൾക്ക് എന്തൊരു കാര്യം നടന്നിട്ടുണ്ടാവും. അയാൾ വീണ്ടും തരും. പിന്നെ അയാളെ സമീപിക്കുമ്പോൾ പിന്നെ സാമ്പത്തിക ടൈറ്റ് ആകുമ്പോൾ 50,000 തന്നാൽ 25,000 തരും. അപ്പോൾ പുതിയൊരാൾ വേറെ വരും. അപ്പോൾ ഞാൻ തന്നെ പല സ്ഥലത്തും ഇങ്ങനെ മാറ്റിപ്പിടിക്കും പല ആളുകളെ. പിന്നെ ഇവരൊക്കെ ഇതിൻ്റെ ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെ കുറേ ബന്ധത്തിൽപ്പെട്ട കുറേ ആളുകൾ, കോൺട്രാക്ടർമാർ, അതുപോലെ ഞങ്ങളെ കമ്മിറ്റിയിൽ തന്നെ അതിന് പറ്റിയ ആളുകളുണ്ട്. പിന്നെ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ആളുകളുടെ സഹകരണം കൂടി വരികയാണ്. അപ്പോൾ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക. കോവിഡ് സമയത്ത് നമ്മൾ നിർത്തിവെച്ചു, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഈ ഒരു തവണ നമ്മൾ ഇപ്പോൾ സ്ത്രീകളിൽ നിന്നു തന്നെ വന്നൊരു നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുവരാമെന്നു. അത് ഈ വർഷം ആദ്യത്തേതാണ്. ഹജ്ജിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഞായറാഴ്ച ലാസ്റ്റ് ടൈമിൽ അവർക്ക് കിറ്റാക്കിയിട്ട് മധുരപലഹാരം കൊടുക്കും. ഈ സാധാരണഗതിയിൽ ഒരു നോമ്പ് കാലം, 2 പെരുന്നാൾ, സ്വന്തം വീട്ടിലെ കല്യാണം, ഇതൊക്കെയാണ് നമ്മളൊന്ന് ഷെഡ്യൂൾ ആവുക. ഇവിടുത്തുകാർ ഹജ്ജ് ക്യാമ്പിന് കൂടി എല്ലാ വർഷവും ഒന്ന് ഇത് ഞങ്ങൾ പൂക്കോട്ടൂരിലെ ഒരു പെരുന്നാളെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അന്ന് പെരുന്നാളാണ്. ഈ സ്ത്രീകളുടെ പങ്ക് ഭയങ്കര ഇത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വനിതാ വോളണ്ടിയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, ഇവരുടെയൊക്കെ അക്കോമഡേഷന്, ഫുഡ്, മറ്റ് കാര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ, ഇത് അവരുടെ ഒരു പങ്കാളിത്തവും അവരുടെ ഒരു സംയോജനമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അതിലേറ്റവും പ്രധാനം ഗൾഫുകാരായ കുറേ ആളുകൾ ഈ ഭാഗത്തുണ്ട്. പലരും ഗൾഫിലാണ് ഫാമിലി സഹിതം. ചിലർക്ക് 1-2 വീടുകളുണ്ട്. മാത്രമല്ല നാട്ടുകാരായ ആളുകൾ തന്നെ വീടുകൾ 1-2 വീടുകളിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരൊക്കെ ഈ മക്കളൊക്കെ മാറി താമസിച്ച ആളുകൾ അവരെ പിന്നെ തറവാട്ട് പുരയിലേക്ക് മാറും. അപ്പോൾ 5-6 മക്കളുള്ള വീട്ടിൽ 5-6 വീടുകൾ ഒഴിവായി കിട്ടും. ഒരു ദിവസം ഒരു രാത്രിയിലേ വേണ്ടു. ആ ഒരു രാത്രി അവരവരെ തറവാട്ടിലേക്ക് മാറുമ്പോൾ ഒരു തറവാട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 വീട് ഫ്രീ കിട്ടും. ആ 5 വീട്ടിലേക്ക് ഞങ്ങൾ നേരിട്ട് ആളുകളെ അയക്കും. അവിടെ ആ വീട്ടിലെ 5 ബെഡ്റൂം ഭക്ഷണമൊക്കെ 3 കാര്യങ്ങളാണ്. ഒന്ന്, ആ വീട്ടുകാർ ഇവിടെ വന്ന് ഞങ്ങളോട് ആവശ്യപ്പെടും, ഞങ്ങൾക്ക് ഇത്ര ഹാജിമാർ വേണം, ഞങ്ങളുടെ വീട്ടിൽ ഇത്ര സൗകര്യമുണ്ട്, അവർ രജിസ്റ്റർ ചെയ്യും. 2, അവർ തന്നെ ഈ ക്യാമ്പിൽ നിന്ന് അവരെ വാഹനത്തിൽ കൊണ്ടുപോയി ആ വീട്ടിൽ താമസിപ്പിക്കും. അന്ന് രാത്രിയിലെ ഭക്ഷണവും പിറ്റേന്ന് രാവിലത്തെ നാസ്തയും കൊടുത്തിട്ട് അവരോട് കൊണ്ടുവന്നാക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്യും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അക്കോമഡേഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ ഈ സ്ത്രീകൾ വന്നിട്ട് പുരുഷന്മാരൊക്കെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇത്ര ആൾ വേണമെന്ന് അവർ പറയുകയാണ്. മാത്രമല്ല അവിടെ താമസിക്കുന്ന ഹാജിമാർ അറഫയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവരെ വിളിക്കുകയാണ് ഫോണിൽ. അത് ഇവർക്ക് വലിയൊരു അനുഭൂതിയാണ്. കാരണം അറഫയിൽ ദുആ ചെയ്യാൻ പറയല്ലേ. അപ്പോൾ അടുത്ത വർഷം സംഭവിക്കുന്നത് ഇതേ താമസിച്ച ആളുകളുടെ ബന്ധുക്കൾ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഞങ്ങൾ അറിയാതെ തന്നെ ഒരു വീട്ടിലേക്ക് വരുന്നത്. ഹജ്ജ് ബന്ധം ഭയങ്കര ബന്ധം. അപ്പം ഞങ്ങൾ അറിയുന്ന പോലുമില്ല. അവർ ഞങ്ങൾക്ക് താമസം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഏർപ്പെടുത്തിയത് കഴിഞ്ഞവണ താമസിച്ച ആളുകൾ മുഖേന ആ വീടാണ്. അപ്പം നമ്മൾ ബന്ധപ്പെടാതെ തന്നെ ഇപ്പോൾ ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി. ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ ഗ്രാമം എത്തി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
നമുക്ക് ഈ ആളുകളെയൊക്കെ ഒന്നുകൂടി നമ്മൾ കുറച്ച് നേരത്തെ കുറച്ച് ആളുകൾ പരിചയപ്പെട്ടു. നമുക്ക് ഓരോരുത്തരെയും ഒന്ന് കാണാം. ഇപ്പോൾ ഒരു ചായൻ്റെ കഥ പറഞ്ഞു അല്ലേ? അതെ. ഒരു എല്ലാ വർഷവും ചായ കൊടുത്ത ഹാജിക്കിനെ കുറിച്ച് പറയും, നമ്മളെ കൺവീനർ പറയട്ടെ. ഓക്കെ. ഹാജിക്ക എല്ലാ വർഷവും ചായ കൊടുക്കുന്നു, എല്ലാവർക്കും എത്രയും ചായ കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ്? എന്താണ് അതിൻ്റെ? അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഹജ്ജ് ക്യാമ്പിൽ ഏകദേശം ഒരു 15-16 വർഷമായിട്ട് രാവിലെ മുതൽ വൈകിട്ട് ക്യാമ്പ് അവസാനിക്കുന്നവരെ തുടർച്ചയായിട്ട് ഈ മമതാജി എന്ന് പറഞ്ഞ ഈ ഹാജിക്ക നമുക്കൊന്നും ഇങ്ങോട്ട് വിളിക്കല്ലേ? ഓക്കെ, ഇദ്ദേഹമാണ് നമ്മുടെ ഹാജിക്ക എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുമ്പിൽ വരാനോ സംസാരിക്കാനോ ഒന്നും തയ്യാറാവില്ല. എന്തായാലും അതിൻ്റെ ഒരു ഹയർ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഉസ്താദ് പറയുന്നത്. എന്തായാലും മറ്റ് ആളുകളിൽ കൂടി ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക്. ഇവിടെ ഏറ്റവും പ്രധാനം നമ്മുടെ ഇതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാപനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം തന്നെ താങ്കളോട് പറയും. ഞങ്ങൾ ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. എൻ്റെ പേര് KM അക്ബർ. ഞാൻ ഇതിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. ഞാൻ ആദ്യം എൻ്റെ പിതാവൊക്കെ ഉള്ള സമയത്താണ് ഹജ്ജ് ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. അന്നൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മളെ ബിസിനസ്സായിട്ട് പോകാൻ. എന്നാൽ ഈ സ്ഥാപനമായിട്ട് ഹജ്ജ് ക്യാമ്പായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാകുന്നത്. എത്രത്തോളം ആളുകൾക്ക് ഉപകാരം, അതുപോലെ നമുക്ക് എത്രത്തോളം ഉപകാരം ഉണ്ടെന്നുള്ളത് ഹജ്ജ് ക്യാമ്പിൽ വന്ന ആളുകൾക്കേ പറയാൻ പറ്റുന്നുള്ളൂ. ഇതിന് സേവനം ചെയ്താൽ എന്തൊക്കെയോ നമുക്ക് ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മളെ നാട്ടുകാർ ഇത്ര ആഘോഷമാക്കിയിട്ടാണ് ആദിത്യം മറ്റൊരു സമ്മേളനത്തിൽ ഈ ഒരു അനുഭൂതി ആദിത്യം അരുളുന്നത്. അതുകൊണ്ടാണ് അത് ഞങ്ങൾ ഓരോ വർഷവും വരുന്ന ഹാജിമാരെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഏകദേശം 8000-10,000 വരുന്നത് 25 വർഷം വരുമ്പോൾ 25 × 8000 അല്ലെങ്കിൽ 10,000 കൂട്ടിയാൽ അത്ര ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പുണ്യമെന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നുണ്ട്. വേദന അനുഭവിച്ച ഒരു ഗ്രാമമാണ്. അതെ അതെ 100 വർഷങ്ങൾക്ക് മുൻപ് ആ വേദനകളൊക്കെ ഒരു പരിഹാരം എന്നുള്ളതിലേക്ക് ഒരു പക്ഷേ പഠിച്ചോൻ തന്ന ഒരു മാർഗം കൂടിയിരിക്കും ഈ ഒരു ക്യാമ്പ്. കാരണം അവരെ സ്മരണക്ക് മുന്നിൽ സ്ഥാപിച്ചതാണ് ഈ സ്ഥാപനം. കാരണം അന്ന് ഇംഗ്ലീഷ് പഠനത്തിനൊക്കെ എല്ലാം പ്രയാസം പാടില്ല എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അതിൽ നിന്ന് മാറി നമ്മുടെ നാടിനെ വിദ്യാഭ്യാസപരമായും മതപരമായും മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങളെ മുൻഗാമികൾ, എൻ്റെ പിതാവ് അടക്കമുള്ള ആളുകൾ ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ബാക്കി ഫലമാണ് അന്ന് അവർ തുടങ്ങിയ ഹജ്ജ് ക്യാമ്പ് ഇന്ന് ഇത്ര വളർന്നു വലുതായി നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു വലിയ സംഭവമായി ആഘോഷമായി മാറിയിരിക്കുകയാണ്. അതിന് സർവശക്തൻ്റെ തുണ എപ്പോഴും ഉണ്ട്. നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തിന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷം കൂടുമ്പോഴും ഇതിൻ്റെ പ്രചരണവും ബാഹുല്യവും ആളുകളുടെ സഹകരണമൊക്കെ കൂടി വരുന്നത്. ഇത് പറയാവുന്ന ഒരു അനുഭവം ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. 1-2 തവണ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പരിശുദ്ധമായ മത്താഫിൽ ഞാനിങ്ങനെ ഇഹ്റാമിൽ ഒരു തവാഫൊക്കെ ചെയ്ത് ഇബ്രാഹിം മക്കാമിൻ്റെ പുറകിലിരുന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ഇഹ്റാമിലാണ്, എനിക്ക് സഴി ചെയ്യണം. അപ്പോൾ സഴി ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ അവിടെ കയറി പോകുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ അവരങ്ങനെ ശ്രദ്ധിക്കാറ്. അവർ ആദ്യമായി ഗവൺമെൻറ് ഗ്രൂപ്പിൽ വന്ന് മത്താഫിൽ ഇറങ്ങി ആദ്യത്തെ തവാഫും സഴിയും ചെയ്യാൻ വേണ്ടി തവാഫ് ചെയ്ത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അവരുടെ കൂട്ടത്തിലൊരു പണ്ഡിതനുണ്ട്, ഒരു മദ്രസ മാലിമ. എനിക്കയാളറിയാം, അയാളെന്നെ കണ്ടിട്ടില്ല. അയാളെ കൂടെ ഒരു 10-25 സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഒരു ടീമായിട്ട്, ഗവൺമെൻറ് രാജ്യമാർ ഒരു ഫ്ലൈറ്റ് പോയ ആൾക്കാർ ടീമായി ചിലപ്പോൾ അതിൻ്റെ ഉസ്താദിൻ്റെ അയാളെ പിന്നാലെ കൂടും. അങ്ങനെ ദുആ ചെയ്യണം. ആ ദ്വാരക്ക് നാളെ പച്ച മലയാളത്തിൽ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൽ ഞങ്ങളെ സഹായിച്ചവർക്ക്, ഭക്ഷണം തന്നവർക്ക് അള്ളാഹുവെ നീ ഹൈറ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് വളരെ ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കുകയാണ്. ഞാനതിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. ഈ നാട്ടുകാർക്ക് ദുആ ചെയ്യുന്നത്, ഭക്ഷണം കൊടുത്തവർക്കും സൗകര്യം ചെയ്തവർക്കും ക്ലാസ്സിലൊക്കെ ദുആ ചെയ്യണം. അതെനിക്ക് കേട്ടപ്പോൾ ഞാൻ പിന്നെ അവരെ പരിചയപ്പെടാൻ പോയില്ല, ഞാനവിടെയുള്ള കാര്യം അറിയിച്ചില്ല. ഞാൻ വല്ല സഴി ചെയ്യാൻ കയറിപ്പോയി. അപ്പോൾ അത് ഞാൻ എൻ്റെ നേരിട്ടൊരു അനുഭവം. അപ്പോൾ ആ അത്തരം പ്രാർത്ഥന കിട്ടുമ്പോൾ അതിലപ്പുറം എന്താ വേണ്ടത്? അതാണ് ഈ ഗ്രാമത്തിലെ ആളുകൾ ഇതിനു വേണ്ടി ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത്. പിന്നെ എനിക്ക് തന്നെ അനുഭവം, നമ്മൾ ഇതിലേക്ക് വേണ്ടി സംഭാവന പിരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പല ആളുകളും സമീപിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് തരും, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളൊക്കെ ഗൾഫിലുള്ള പല ആളുകളും ഇതിന് ഇപ്പോഴും ഈ ക്യാമ്പിനും സംഭാവന എന്നാണ്. അവർക്കൊക്കെ അള്ളാഹു ഹൈറ് നൽകട്ടെ എന്ന് ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും അവർക്ക് പ്രാർത്ഥിക്കാൻ ആ പുണ്യസ്ഥലത്ത് വെച്ച് ഇവരോട് വസിയത്ത് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കുന്ന ആളുകൾക്ക് ഒരു അനുഭൂതിയാണ് ഇതിനെ സഹായിക്കാം. ഒരു കലക്ഷൻ എടുക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇനി ഇവിടെ അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പരിചയപ്പെട്ടത് ചെറിയാപ്പു ഹാജി, നമ്മുടെ PKMC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഇത് ഇസ്മായിലാക്ക, നമ്മുടെ ഭക്ഷണ കമ്മിറ്റിയിലെ പ്രധാന അംഗമാണ്, വൈസ് ചെയർമാനാണ്. പിന്നെ മമ്മദാജി, പിന്നെ മൊമ്മോക്ക, പിന്നെ നാണി റസാഖ് എന്ന നാണി പഞ്ചായത്ത് മെമ്പറാണ്. പിന്നെ അൻസാർ മാസ്റ്റർ നമ്മളെ ഇവിടുത്തെ അധ്യാപകനാണ്. മഹബൂബ്, അതുപോലെ സത്താർ നമ്മളെ
വെള്ള കമ്മിറ്റി വാട്ടർ സപ്ലൈൻ്റെ ചെയർമാനാണ്. പിന്നെ അൻസാറുണ്ട്, നമ്മളെ PKMICൻ്റെ സജീവ പ്രവർത്തകന്മാരാണ്. അൻസാറുണ്ട്, നമ്മളെ കുഞ്ഞിപ്പു, പിന്നെ അതുപോലെ സി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഇവിടുത്തെ പ്രിൻസിപ്പളാണ്, HM ആണ്. ഓക്കെ. പിന്നെ HI ആണ് ലത്തീഫ് സാഹിബ്. പിന്നെയുള്ള റഷീദ് HI ആണ്, ഹെൽത്ത് ഇൻസ്പെക്ടർ. അതുപോലെ അപ്പുറത്ത് നമ്മുടെ സജീവ പ്രവർത്തകനാണ്, KMCCൻ്റെ ആളായിരുന്നു. ഇപ്പോൾ ഗൾഫിൽ നിന്ന് പിരിച്ചു വന്ന് ഇപ്പോൾ നമ്മൾ ഈ ഹജ്ജ് ക്യാമ്പിൽ ഈ വർഷം ഫുൾ ടൈം ആയിട്ട് സേവനം ചെയ്യുന്ന ഗുരുക്കളാണ്. അവരൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത്. അഷ്റഫ്. ഓക്കെ. അപ്പോൾ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു സംയോജനം കൂടി ഇവിടെ നടക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിരിക്കും ആരോഗ്യം. കാരണം ഹാജിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ ആരോഗ്യം തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി സാഹിബ് ഇതിൻ്റെ കൺവീനർ എന്ന രീതിയിൽ നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെട്ട് ഒന്ന് ഫയർ നമ്മൾ അവർക്ക് എഴുത്തു കൊടുക്കും. അവർ ഈ 2 ദിവസം അലർട്ടായി നിൽക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും ഉടനെ കുതിച്ചെത്താവുന്ന രീതിയിൽ അവരെ നമ്മൾ അലർട്ടാക്കി വെക്കും. KCBയിൽ നമ്മൾ എഴുത്തു കൊടുക്കും. വെള്ളുമ്പുറം എക്സ്ചേഞ്ചാണ്, വെള്ളുമ്പുറം KCB ആണ്. അവർക്ക് നമ്മൾ എഴുത്തു കൊടുക്കും. അവർ പവർ ഓഫ് ചെയ്യാതെ ലൈനിലെ പണികളൊക്കെ പിന്നെ തൽക്കാലം നിർത്തി ഈ 2 ദിവസം അവർ പവർ ഓഫ് ചെയ്യാതിരിക്കാനുള്ള പരമാവധി നമ്മളോട് സഹകരിക്കും. പിന്നെ 2 ഹോസ്പിറ്റലുകൾ, ഓർക്കിഡ് ഹോസ്പിറ്റൽ മലപ്പുറം, അതുപോലെ തന്നെ MP ഹോസ്പിറ്റൽ മലപ്പുറം, ഈ 2 ഹോസ്പിറ്റലിൽ ക്ലിനിക്ക്, ഒരു സെമി ക്ലിനിക്ക് അവരിവിടെ ആരംഭിക്കും. നഴ്സുമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, ഹാജിമാർക്ക് എന്ത് സേവനം ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലെ എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ മഞ്ചേരി പോലീസ് സ്റ്റേഷനാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ സേവനം നമ്മൾ തേടും. ആവശ്യമാണെങ്കിൽ അവരോട് വന്നിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതിനെക്കുറിച്ച് കൃത്യമായി നേരത്തെ കത്ത് കൊടുത്ത് വർഷങ്ങളായി അവർക്ക് പരിചയമാണ്. പോലീസ് ഡ്യൂട്ടിയിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടാവാറുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കും, സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഈ ക്യാമ്പിനോട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൃത്യമായി സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയുടെ അബൂക്കർ ചങ്ങാട്ട് അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന കാലമുണ്ട്. നമ്മുടെ മലപ്പുറത്തെ പഴയ ADM EC മുഹമ്മദ് സാഹിബ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയ കാലമുണ്ട്. കഴിഞ്ഞ വർഷത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി, ഇവരൊക്കെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരിരുന്ന കാലത്തും സമയമാകുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതോടുകൂടി അവർ ഹാജിമാരുടെ അഡ്രസ്സ് ഫുള്ളായിട്ട് നമുക്ക് തരാറുണ്ട്. ഈ വർഷം ഹജ്ജ് കമ്മിറ്റി എന്തോ അങ്ങനെ തീരുമാനമെടുത്തു. ഇത്തവണ തന്നിട്ടില്ല. നേരത്തെ MLA ആ കാര്യം പറയുകയും ചെയ്തു. എന്തുകൊണ്ട് തന്നില്ല എന്നറിയില്ല എന്നാണ് MLA പറയുന്നത്. അപ്പോൾ ഈ വർഷം മാത്രമാണ്, ഈ 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷമാണ് ഹാജിമാരുടെ അഡ്രസ്സ് നമുക്ക് അവർ തരാതിരിക്കുന്നത്. ഇതുവരെയുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണ ക്രമീകരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതെങ്ങനെയാണ്? ഇപ്പോൾ പല പ്രായത്തിലുള്ള ആളുകളുണ്ടാകും. യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ, എന്നെ പോലത്തെ ആളുകൾക്ക് ബിരിയാണി വേണമെന്ന് പറയും. പക്ഷെ പ്രായം കൂടിയ ആളുകൾക്ക് കഞ്ഞി വേണ്ടവരുണ്ടാകും, മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാകും. പറഞ്ഞു ഈ സംഗതികളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണത്തിൻ്റെ വിതരണം അല്ലെങ്കിൽ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ മോട്ടോഴ്സ് വർഷങ്ങളായിട്ട് അവർ സ്പോൺസർ ചെയ്യുന്നതാണ്. അവർ നമ്മളോട് പറയും, എന്താണോ ഭക്ഷണം കൊടുക്കേണ്ടത് അത് നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ചുള്ള ആവശ്യത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ, അവസാനം അതിൻ്റെ പേ ബില്ലിന് തന്നാൽ മതി, അല്ലാതെ വേറെ ഞങ്ങളോടൊന്നും ചോദിക്കേണ്ടതെന്ന് അവർ കാലേ കൂട്ടി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വർഷാവർഷം അവരോട് നമ്മൾ പറയും, നമ്മളൊരു ബാധ്യത നിങ്ങൾക്ക് അവരോട് പ്രത്യേക ഭക്ഷണ പന്തലൊക്കെ ഉണ്ടാകും. അവിടെ ഉണ്ട്. ആ ഭക്ഷണം എന്ന് പറയുന്നത് ഫസ്റ്റ് ദിവസം നമ്മൾ പിന്നെ സാധാ വെജിറ്റേറിയൻ ചോറും അതിനുള്ള കറിയും അതിന് ഇതൊക്കെ കൊടുക്കും. 2ാമത്തെ ദിവസം പിന്നെ ഇറച്ചിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതും കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. അതെ. അത് പാകം ചെയ്യാൻ വേണ്ടി ആ ദിവസം 22 ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മളൊരു ടീമുണ്ട്. അവരെ വിളിക്കും. അവരതിന് വേണ്ടുന്ന സമയബന്ധിതമായിക്കൊണ്ട് അവരത് ഉണ്ടാക്കും. പിന്നെ വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഹാജിമാരൊന്നും സീറ്റിൽ നമ്മൾ എണീപ്പിക്കലില്ല. നിങ്ങൾ സീറ്റിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. ഉടനെ തന്നെ നമ്മളെ വളണ്ടിയേഴ്സ് അവർക്ക് ഭക്ഷണത്തിൻ്റെ പാക്കറ്റ് കൊടുക്കും. ഈ പ്രാവശ്യം നമ്മൾ കണ്ടെയ്നറാക്കി മാറ്റിയിട്ടുണ്ട്. അവരവിടെ ഇരുന്ന് ഒപ്പം തന്നെ കുടിവെള്ളവും കൊടുക്കും. അവരവിടെ ഇരുന്ന് 1 മണിക്കൂറാണ് സംസാരിച്ച ടൈം വരുന്നത്. ഭക്ഷണം, വിശ്രമം, നിസ്കാരം, അതിനൊക്കെ 1 മണിക്കൂറുള്ളൂ. ഈ മണിക്കൂറുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഹാജിമാർ പൂർത്തിയാക്കി അവരവരുടെ സീറ്റിൽ അവർ വരും. അത്രയും ഇടം കൊണ്ട് തന്നെ ഇവിടെ ഉള്ള വേസ്റ്റേജ്, ഭക്ഷണം കഴിച്ച വേസ്റ്റേജ് അതൊക്കെ നമ്മളെ വളണ്ടിയേഴ്സ് ശേഖരിച്ച് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് കൊണ്ട് അവർ ഡബ് ചെയ്യും. ഡബ് ചെയ്യാൻ ഈ ഏരിയയിലുണ്ടാവില്ല, പുറത്തെവിടെയും കൊണ്ടിട്ട് അവർ ഡബ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനോ ഭക്ഷണം ക്രമീകരിച്ച് കൊടുക്കാൻ ചോദിച്ചത് ഒരു വ്യത്യസ്ത മെനുകൾ കാലക്കുട്ടി തന്നെ പറയും. ആളുകളോട് ചോദിക്കും. മെനു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 2 ഒരു ദിവസം വെജിറ്റേറിയൻ ആവും, മറ്റേ ദിവസം ബീഫൊക്കെ അടക്കം ചോറ് കൊടുക്കും. അതിൻ്റെ ഇടയിൽ അത് സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. അതിൻ്റെ ഇടയിൽ അനൗൺസ് ചെയ്യും, ഈ 2 ഭക്ഷണം ഫസ്റ്റ് ദിവസം ഭക്ഷണം പറ്റാത്തവർക്ക് കഞ്ഞി നമ്മളെ ക്യാൻറ്റീനിൽ, സ്ത്രീകൾക്ക് ഇവിടെ നമ്മുടെ മെസ്സിൻ്റെ ക്യാൻറ്റീനുണ്ട്, സ്ത്രീകൾക്ക് അവിടെ സൗകര്യം ചെയ്ത് കൊടുക്കും. പുരുഷന്മാർക്ക് നമ്മളെ മെസ് ഹൗസിൽ അവിടെ പ്രത്യേകം പന്തലെടുക്കിട്ടുണ്ട്, അവിടെ അവർക്ക് കഞ്ഞി കൊടുക്കും. പിന്നെ ഏത് സമയത്തും സമയത്ത് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇപ്പോൾ 9 മണിക്ക് 10 മണിക്ക് തുടങ്ങിയാൽ ഒരു 11 മണിയാകുമ്പോൾ ചില വയസ്സ് പ്രായ ആൾക്ക് കഞ്ഞീൻ്റെ ആവശ്യകത ഉണ്ടാകും.
അവർക്ക് ഇവിടെ ഒന്നും ബഹളമൊന്നും ഉണ്ടാക്കാതെ എല്ലാം നീച്ചു പോയാൽ അവിടെ കഞ്ഞി കിട്ടും. ഭക്ഷണം വിതരണം ചെയ്യുന്ന സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം 2 മണി 3 മണി വരെ കഞ്ഞിയും അതുമായി അന്ന് വെച്ച സംബന്ധി പോലത്തെ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. എന്തെങ്കിലും വിഷയം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ താമസ സൗകര്യത്തിലോ എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്ന് പറയണം. അടുത്ത വർഷം അത്രയും പോരായ്മകൾ ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ സംസാരിക്കാൻ അവിടുന്ന് പറയും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുറവ് പല ആൾക്കാരും പല ഇതുണ്ടാവും. പക്ഷെ കാര്യമായിട്ടുള്ളൊരു അനുഭവം ഇതുവരെ നമ്മളോട് ആരും പരാതി പറഞ്ഞില്ല. ചില സൂചനകൾ ചില വിഷയത്തിൽ തരും, നമ്മൾ ക്ലിയർ ചെയ്തു അത് അടുത്ത വർഷം 100% ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകും. പിന്നെ വാഹനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ 10 വാഹനങ്ങളുണ്ട്. അത് ആജിമാർ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഉപയോഗിക്കും. അതിൻ്റെ പുറമെ കുറച്ച് വാഹനം 8-9 വണ്ടി ബസ് തൊട്ടടുത്ത് നമ്മൾ MIC എത്തിങ്ങാനുണ്ട്. 9-10 വാഹനം ബസ്സും കൂടി നമ്മൾ വാങ്ങും. പിന്നെ പ്രൈവറ്റ് വണ്ടികൾ അവരവരുടെ വണ്ടികളൊക്കെ അവർ ഇതിന് വിട്ടുകൊടുക്കും. മിനി ബസ് ഉള്ള ആൾക്കാരുണ്ട്, അവരത് സേവനത്തിന് വേണ്ടി അവരും വിട്ടുതരും. അങ്ങനെ ട്രാൻസ്പോർട്ടിങ്ങിനൊരു വിഷയം നമുക്ക് വരില്ല. ഒരു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ജൂറിഡിക്ഷനിലാണ് ഈ ഏരിയ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പ്രത്യേക പ്രൊസീഡിങ്സ് ഇട്ടുകൊണ്ട് 3 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, 1 ഹെൽത്ത് ഇൻസ്പെക്ടർ, 1 ഹെൽത്ത് സൂപ്പർവൈസർ ഇവിടെ 2 ദിവസം ഡ്യൂട്ടിക്ക് വേണ്ടി പ്രത്യേകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കുവാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും വേണ്ടിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മുമ്പും എന്നെപ്പോലുള്ള ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തവരാണ്. ആരോഗ്യകരമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വളരെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ കാര്യവും ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ആരോഗ്യപരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒരു സംശയമില്ല. ഇതിനു വേണ്ടിയുള്ള സംഘാടകർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പുമായിട്ട് പ്രത്യേകം സഹകരിക്കുന്നുണ്ട്. നമ്മളിവിടെ ആജിമാരെ സ്വീകരിക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പൂക്കോട്ടൂരിൽ ആജിമാർ വന്നിറങ്ങിയാൽ ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ 2 വഴിക്കാണ് വരിക. ട്രെയിൻ മാർഗം ഒന്നുമില്ല തിരൂർ ഇറങ്ങും, അല്ലെങ്കിൽ അങ്ങാടിപ്പുറത്ത് വരും, എന്നിട്ട് ബസ്സിന് വരും. ഈ കാസർഗോഡ് ഭാഗത്ത് വരുന്ന ആളുകൾ നേരിട്ട് കോഴിക്കോട് വന്നിറങ്ങും, കോഴിക്കോട് നിന്ന് ബസ്സിന് വരും. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് 40 കിലോമീറ്ററാണ്, തിരൂരിൽ നിന്ന് ഏതാണ്ട് അത്ര ദൂരം തന്നെയാണ്, അങ്ങാടിപ്പുറത്ത് നിന്ന് ഒരു 30 കിലോമീറ്റർ താഴെയുള്ളൂ. അവർ പൂക്കോട്ടിൽ വന്ന് ഇറങ്ങിയാൽ അല്ലെങ്കിൽ തൊട്ടടുത്ത അറവങ്കര സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയാൽ അവർക്ക് അവിടെ ഒരു ചെറിയ ലഘുപാനീയം കൊടുക്കും, ചിലപ്പോൾ ചായ കൊടുക്കും. അവിടെ തന്നെ സ്വീകരണമാണ്. ഈ നാട്ടുകാർ തന്നെ. ഇതൊക്കെ ഈ പൂക്കോട്ടൂരിൻ്റെ സർക്കിളിൽപ്പെട്ട ആളുകളാണ്. കാരണം ഇങ്ങോട്ട് പല വഴികളുണ്ട്, ഒരു 3-4 വഴിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും. നിങ്ങൾ വന്ന വഴി, അതുപോലെ ഈ പോകുന്ന വഴി, മറ്റൊരു വഴി, അങ്ങനെ പല വഴികളുണ്ട്. ഏത് വഴി വരുന്ന ആളുകൾക്കും അവർ ഇറങ്ങുന്ന മെയിൻ റൂട്ടിൽ സ്വീകരണം. അത് കഴിഞ്ഞ് അവരെ നമ്മുടെ സ്ഥാപനം ഏർപ്പെടുന്ന ബസ്സിൽ ഇവിടെ എത്തിക്കും. തിരിച്ച് അവർക്ക് പോകേണ്ട സമയത്ത് ഇതേ വാഹനം എങ്ങോട്ടാണോ ആ ടൗണിലേക്ക് അവർ എത്തിച്ചു കൊടുക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതിനൊക്കെ വാഹനങ്ങൾ, സൗകര്യങ്ങൾ, അതിനൊക്കെയുള്ള സംഖ്യ നേരത്തെ ഞങ്ങൾ ഫിനാൻസ് കമ്പനി ഉണ്ടാക്കും. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ ടാർഗറ്റായിട്ട് നിൽക്കുന്നത് ഈ പന്തലാണ്. ഏറ്റവും വലിയ തുക വരുന്നത് ഈ പന്തൽ, സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് മുതലായ കാര്യങ്ങൾക്കാണ്. അപ്പോൾ LED വാളടക്കം വേണം. അപ്പോൾ ഈ സ്റ്റേജിനും ഈ കസേരകൾക്കും നല്ലൊരു തുക വരുന്നത്. അതിന് ഇതുവരെ ഞങ്ങൾക്ക് സ്പോൺസർ കിട്ടിയിട്ടില്ല. സ്പോൺസർ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായി ഒന്നുകൂടി സൗകര്യപ്രദമായി മുന്നോട്ട് പോകാൻ പറ്റും. അതിന് ഡിമാൻഡ് വെക്കുകയല്ല, മറിച്ച് ഞങ്ങളത് തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളതിൻ്റെ കാശ് പിരിച്ചുണ്ടാക്കും. അതിൻ്റെ കുറവുകൊണ്ട് ഇതിലൊരു കുറവ് ഞങ്ങൾ വരുത്തില്ല. ഈ 25 വർഷത്തിലിപ്പോൾ ഒരു 1/4 നൂറ്റാണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാറില്ലേ? അപ്പോൾ 25 വർഷത്തിൽ ഉസ്താദിന് ഇപ്പം എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത്, ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, പല പ്രദേശങ്ങളിലും. ഇപ്പോൾ വിദേശത്ത് എനിക്ക് കിട്ടാവുന്ന അംഗീകാരങ്ങൾ വെച്ച് ഒരു പരിധിവരെ ഉദാഹരണപ്പെട്ട ഏറ്റവും വലിയ അംഗീകാരമാണ് UAE ഗവൺമെൻറ് ഷെയ്ഖ് ഖലീഫ അവരുടെ പ്രസിഡൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് പോകുകയെന്നാണ്. പ്രസിഡന്റ് ഗസ്റ്റായിട്ട് പോയി ദുബായ് ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ പോയി നമുക്ക് സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അത് ഗസ്റ്റിനുള്ള ഒരു പ്രോട്ടോക്കോളാണ്. അതിനേക്കാളേറെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നാട്ടുകാരുടെ ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഇവർക്കൊപ്പം നിന്ന് ഈ പരിപാടി നടത്തുന്നതിലാണ്. കാരണം കാലിനടിയിലെ മണ്ണാണ് പ്രധാനം. നമ്മൾ വലിയ ആളുകളായി ദൂരെ എവിടെ പോയി പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല, നാട്ടിൽ അംഗീകാരമാണ്. അപ്പോൾ ഈ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കിട്ടുന്നവരുടെ സ്നേഹവും അംഗീകാരം. ഇപ്പോൾ എൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്ന ഈ സഹപ്രവർത്തകർ എല്ലാ കാര്യത്തിലും ഒപ്പം നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഞാനിതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ എൻ്റെ പരിമിതമായ കഴിവൊക്കെ ഞാൻ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ നടത്തുന്നത് ഇവരാണ്. കാരണം ഞാൻ അധിക സമയം പുറത്തായിരിക്കും, ഒന്നുകിൽ ഹോളി ലാൻഡ് യാത്ര അല്ലെങ്കിൽ പല പരിപാടികൾ. എന്നാലും ഒരു കുറവ് വരുത്താതെ നടത്തുന്നതിൽ ഇവർ ശരിക്കും അധ്വാനിക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ തന്നെ 1.5 കിലോമീറ്റർ ഓടണം. ആ ഓടുന്ന വാഹനത്തിൻ്റെ ചിലവൊക്കെ അവർ തന്നെയാണ് എടുക്കുക. അവനവൻ്റെ വാഹനം, എൻ്റെ വാഹനം വന്നാൽ ഞാൻ വഹിക്കണം. മാത്രമല്ല ഈ കുന്നിൻ പുറത്ത് നിങ്ങൾക്കറിയാലോ, ഒരു ഏകദേശം 1.5 കിലോമീറ്റർ ഓടിയിട്ടാണ് മെയിൻ റോഡിൽ നിങ്ങൾ വരുന്നത്. ഇതൊരു കുന്നിൻ പ്രദേശം. പക്ഷേ ഒരു ഗുണമുണ്ട്, നല്ല ശുദ്ധവായു കിട്ടും, നല്ല കാമൻ കൊറ്റ അന്തരീക്ഷമാണ്, പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇവിടേക്ക് ഒരു ആജി എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രയാസമുള്ള കാര്യം. ഒരു ടൗണിലാണെങ്കിൽ എളുപ്പമുണ്ട്, അത് ഈ നാട്ടുകാരുടെ പരിചരണം കൊണ്ടാണ് അവരെത്തുന്നത്. അതുപോലെ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണമായി ഹജ്ജിൻ്റെ രൂപം അവർക്ക് ലഭിക്കാനുള്ളൊരു സൗകര്യം നമ്മൾ വരുത്തുന്നുണ്ട്. ആരോഗ്യ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്,
സർക്കാർ വോളണ്ടിയർമാരായി പോയി പരിചയമുള്ള ഇപ്പോഴും സർക്കാരിൻ്റെ വോളണ്ടിയർമാർക്ക് ഹജ്ജ് കമ്മിറ്റി കൊടുത്ത നിർദ്ദേശം അവർ ക്ലാസ്സുകൾ കൊടുക്കും. ആ നിർദ്ദേശം ഇവിടെ കൊടുക്കും. അതും അവർക്ക് കിട്ടും. അതൊക്കെ കിട്ടുന്നത് കൊണ്ട് ആളുകൾ കൃത്യമായി ഇവിടെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് നാട്ടുകാർക്കൊപ്പം നിന്ന് നടന്ന ഈ ക്യാമ്പുണ്ടല്ലോ, ഇത് പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. കാരണം ആ ദ്വാ അത് മതി എനിക്ക്, അതിലപ്പുറം ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ഇവർ പലപ്പോഴും ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എനിക്ക് പാരിതോഷികം തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരു അവാർഡ്, ഒരു ഷാളോ ഒന്നും അതല്ല, സാമ്പത്തികമായി ഒന്നും ഞാൻ സ്വീകരിച്ചില്ല. കാരണം ഞാൻ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യുന്നതിനേക്കാൾ കഠിനാധ്വാനം ഇവർ ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സിൻ്റെ ആകർഷണീയത എന്ന് പറഞ്ഞാൽ സമദ് സാഹിബിൻ്റെ ക്ലാസ്സാണ്. 2 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ഈ പ്രാക്ടിക്കലായി വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെയുള്ള ആ 2 ദിവസം ആളുകൾക്ക് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്ത് വീഡിയോ ഇട്ട് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ടാണ് ഹാജിമാർ ഒഴുകിയെത്തുന്നത്. ആ വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യുന്ന ഒരു പരിമിതമായ കാര്യങ്ങളാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നത്. ആ സമദ് സാഹിബിൻ്റെ ആ ഒരൊറ്റ ക്ലാസ് മാത്രമാണ് പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട്. 2 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ ചെയ്യുന്ന അതുതന്നെയാണ് ഏറ്റവും വലിയ സംഭവമായി ഞങ്ങൾക്ക് കാണുന്നത്. ഈ കമ്മിറ്റിക്ക് അത് ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹാജിമാർ ഇത്ര ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയേണ്ടത്. ആത്മാർത്ഥതയുള്ള ആൾ പറയുമ്പം മറ്റുള്ളവർക്കത് മനസ്സിലാകാൻ പറ്റും, കേൾക്കാനും പറ്റും. നേരെ മറിച്ച് നമ്മൾ ചെയ്യാത്ത കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒരിക്കലും അത് അനുസരിക്കാൻ സാധ്യതയില്ല, വളരെ കുറവാണ്. അതാണ് ഈ ഹജ്ജ് ക്യാമ്പിൻ്റെ വിജയമെന്ന് പൂർണ്ണമായും ഞങ്ങളെ നാട്ടുകാരെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഈ 2 ദിവസം സമദ് സാഹിബ് ക്ലാസ് തുടങ്ങി അവസാനിക്കുന്നത് വരെ സമദ് സാഹിബാണ്. മറ്റ് പല സ്ഥലത്തും 1 മണിക്കൂർ 2 മണിക്കൂർ ഒരാളെ പ്രസംഗം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രസംഗം ഉണ്ടാവും. ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ ഒരാൾ ഈ ക്ലാസ് നയിക്കുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഞാനിവിടെ വന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു അത്ഭുതം, പ്രത്യേകിച്ച് ഈ പൂക്കോട്ടൂർ നിന്ന് നമ്മൾ മഞ്ചേരിയിലേക്കോ അല്ലെങ്കിൽ മലപ്പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പൂക്കോട്ടൂർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു വൈകാരികത, ഒരു ഓർമ്മകളൊക്കെ നിയലിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഞാൻ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞു, 100 വർഷം മുമ്പ് ഒരു വേദന അനുഭവിച്ചൊരു ഗ്രാമത്തിന് ഒരു ആശ്വാസമാണ് ഇപ്പോൾ വന്നു പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ 10-25 വർഷമായിട്ട് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗമം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഈ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ്. സർവ്വസന്നദ്ധരായി ഒരു നാട് ഒന്നിച്ച് നിൽക്കുന്ന, ഇതെനിക്ക് തോന്നുന്നു ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ആ രീതിയിലാണ് നമ്മുടെ മലയാളക്കര യാത്രയാക്കാറുള്ളതും സ്വീകരിക്കാറുള്ളതുമൊക്കെ. അതിൻ്റെ ഒരു പരിച്ഛേദമായി നമ്മുടെ ഈ ഒരു ഗ്രാമം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വർഷം വിധിയുണ്ടെങ്കിൽ നമ്മളും ഈ ക്യാമ്പിൽ എത്താൻ കഴിയുകയാണെങ്കിൽ അന്ന് ഉസ്താദിൻ്റെ ക്ലാസ് മുഴുവൻ കേൾക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഹജ്ജിന് പോകുവാനുള്ള ഭാഗ്യം കൂടി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന നേർന്നുകൊണ്ടും നമ്മുടെ ഈ സംഭാഷണം ഇവിടെ പൂർത്തിയാക്കുകയാണ്. കൂടെയുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് ഉസ്താദിനും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു.